നമസ്കാരം. കേരളത്തിൻ്റെ ഏക മെട്രോ നഗരമായ എറണാകുളം അടിയുറച്ച UDF കോട്ടയാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF തരംഗമുണ്ടാകുന്ന സമയത്തും UDFിൻ്റെ ഒരു പച്ച തുരുത്തായി നിൽക്കുന്നിടമാണ് എറണാകുളം. ഇപ്പോൾ അവിടെ സിറ്റിംഗ് MP ആയ ഹൈബി ഈഡനെതിരെ അട്ടിമറി ലക്ഷ്യമിട്ട് പുതുമുഖമായ KJ ഷൈനയാണ് ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത്. അവർ ഷൈന ടീച്ചർ എന്നൊക്കെ പറഞ്ഞാണ് പോസ്റ്ററും ഒക്കെ പതിപ്പിച്ചിരിക്കുന്നത്. ഷൈനയെ ആര് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അത് പ്രഖ്യാപിക്കുന്നതിൻ്റെ അന്ന് ഉച്ച മുതലാണ് ആൾക്കാർ അറിയാൻ തുടങ്ങുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ 2.5 ലക്ഷത്തിലേറെ വോട്ട് പിടിച്ച് തരംഗമായി മാറിയ ഡോക്ടർ KS രാധാകൃഷ്ണനാണ് BJPക്കായി അംഗത്തിനുള്ളത്. ത്രികോണമല്ലെങ്കിലും കൊച്ചിയിൽ പ്രചാരണം കടുത്തതാണ്. എന്നാൽ അഭിപ്രായ സർവേകളിലെല്ലാം ഹൈബി വീണ്ടും ജയിച്ചു കയറുമെന്നാണ് പ്രവചനം. കളമശ്ശേരി, പറവൂർ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ, എറണാകുളം, തൃക്കാക്കര എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. പറവൂരും തൃക്കാക്കരയും കോൺഗ്രസിൻ്റെ കോട്ടയാണ്. വൈപ്പിനും കൊച്ചിയും ഇടതിൻ്റെ ചെങ്കോട്ടയാണ്. കളമശ്ശേരി ഇക്കുറി ഇടത്തേക്കെത്തി. എറണാകുളവും തൃപ്പൂണിത്തുറയും മാറി മറിഞ്ഞ് നിൽക്കുന്നവയും. കോൺഗ്രസിനും UDFിനും അത്രയുമേറെ ഉറപ്പുള്ള മണ്ഡലമാണ് എറണാകുളം. കണക്കുകളാണ് ഈ ആത്മവിശ്വാസത്തിന് കാരണം. 17 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ 13 എറണാകുളം UDFിനൊപ്പമായിരുന്നു. കോൺഗ്രസ് വിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോഴും സ്ഥാനാർത്ഥിയുടെ പോരായ്മ കൊണ്ടുമല്ലാതെ എറണാകുളത്തുകാർ കോൺഗ്രസിനെ കൈവിട്ടിട്ടില്ല. 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ മാറി ചിന്തിക്കാൻ എറണാകുളത്തുകാർ തയ്യാറായപ്പോൾ 2 തവണയും ഒപ്പം 2004 സെബാസ്റ്റ്യൻ പോൾ വിജയിയായി. നിയമസഭാ സാമാജികനായിരിക്കെ ലോക്സഭയിലേക്ക് പോരാടി കയറിയ കോൺഗ്രസിൻ്റെ ഹൈബി ഈഡൻ കളം നിറഞ്ഞ് പ്രചാരണത്തിലാണ്. കഴിഞ്ഞ തവണ ചരിത്ര ഭൂരിപക്ഷം നൽകിയാണ് ഹൈബി ഈഡനെ ലോക്സഭയിലേക്ക് അയച്ചത്. നിലവിലെ മന്ത്രിയും CPMൻ്റെ അനിഷേധ്യ നേതാവെന്നും മാത്രം പറഞ്ഞാൽ പോരാ, പാർട്ടിയിലെ വലിയ താത്വിക ചിന്തകൻ. അത് MA ബേബിയാണെന്ന് വിചാരിക്കും. അല്ല, MA ബേബി അതിനപ്പുറമുള്ള വലിയൊരു താത്വിക അവലോകനക്കാരനാണ്. അതുപോലെയുള്ള ഒരു താത്വിക അവലോകനം നടത്തുന്ന ആളല്ലേ P രാജീവ്. രാജ്യസഭയിലെ മികച്ച പ്രകടനത്തിൻ്റെ തിളക്കത്തിൽ നിൽക്കവേ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടും അടിതെറ്റിയത് CPM കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചു. മതസാമുദായിക വോട്ടുകൾ പെട്ടിയിൽ വീണില്ലെന്നതായിരുന്നു വിലയിരുത്തൽ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയുള്ള CPMൻ്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നിലും മതസാമുദായിക വോട്ടുകളിലേക്കുള്ള കണ്ണായിരുന്നു. എന്നാൽ പിതാവ് ജോർജ് ഈഡൻ മണ്ഡലത്തിന് രാഷ്ട്രീയത്തിന് അതീതമായ ജനപിന്തുണയുള്ള നേതാവായിരുന്നുവെന്നതും ഹൈബിക്ക് തുണയായിട്ടുണ്ട്. MP എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞും മുതലാക്കിയ ഫണ്ടുകളുടെ കണക്ക് പറഞ്ഞുമാണ് ഹൈബി ഇത്തവണയും വോട്ട് തേടുന്നത്. എറണാകുളത്തെ കോൺഗ്രസിൽ ഭിന്നിപ്പുകളോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലെന്നതും മുന്നണിക്ക് മുതൽക്കൂട്ടാണ്. കോവിഡ് പ്രളയകാലങ്ങളിലെ ഇടപെടൽ, നിർധനരായവർക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി, ഹൃദയത്തിൽ ഹൈബി, ഗിന്നസിൽ ഇടം നേടിയ മിനിസ്ട്രൽ കപ്പ് വിതരണം, കപ്പ് ഓഫ് ലൈഫ്, 675 കോടി മുടക്കിൽ വരുന്ന നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വികസനം, തോപ്പുംപടി ഫിഷിംഗ് ഹാർബർ, അമൃത കുടിവെള്ള പദ്ധതി എന്നിവയൊക്കെയാണ് പ്രചാരണ വിഷയങ്ങളായി എടുത്തിരിക്കുന്നത്. പാർട്ടിയിലെയും വർഗ ബഹുജന സംഘടനകളിലെയും പ്രവർത്തന മികവിന് കിട്ടിയ അംഗീകാരമെന്ന പോലെയാണ് അധ്യാപികയായ ഷൈൻ ഇടതുപക്ഷത്തിനായി അംഗത്തിനിറങ്ങുന്നത്. അണികൾക്ക് പരിചിതമല്ലാത്ത സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്ന രീതി മാറ്റി മെട്രോ നഗരത്തിൽ നിന്ന് തന്നെ വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയാണ് ഇപ്പോൾ CPM. മണ്ഡലത്തിലെ പകുതിയിലേറെ വോട്ടർമാരും വനിതകളാണ്. സ്ത്രീ വോട്ടുകൾ കൂടി കണ്ണുവെച്ചാണ് LDF ഷൈൻ ടീച്ചറെ രംഗത്തിറക്കിയിരിക്കുന്നത്. 67 V വിശ്വനാഥ മേനോൻ, 96 സേവ്യർ അറയ്ക്കൽ, 97 2003 ഉപതെരഞ്ഞെടുപ്പുകളിലും 2004 സെബാസ്റ്റ്യൻ പോൾ എന്നിവർ മാത്രമാണ് ഇടതിനായി എറണാകുളത്ത് വിജയിച്ചിട്ടുള്ളത്. ശക്തമായ ലത്തിൻ കത്തോലിക്ക പിൻബലമുള്ള ഷൈനിലൂടെ ക്രിസ്ത്യൻ വോട്ടുകൾ കാര്യമായി സമാഹരിക്കാമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ.
ഇതിനു മുമ്പ് സമീപകാലത്ത് കോൺഗ്രസ് വിറച്ചത് സിന്ധു ജോയ് എന്ന വനിതാ സ്ഥാനാർത്ഥി രംഗത്ത് വന്നപ്പോഴായിരുന്നെന്നും CPM കണക്ക് കൂട്ടുന്നു. ഇടത് സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയുമാണ് പ്രചാരണ വിഷയങ്ങളായി എടുത്തിരിക്കുന്നത്. മുൻ PSC ചെയർമാൻ KS രാധാകൃഷ്ണൻ മണ്ഡലത്തിലെ ബന്ധങ്ങൾ കരുത്താക്കി NDAയ്ക്കായി മത്സര രംഗത്തുണ്ട്. ആ ബന്ധങ്ങൾ മുതലാക്കി അദ്ദേഹം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ പിടിക്കുന്ന ഓരോ വോട്ടും ഇടത് വലത് മുന്നണികളുടെ ചങ്കിടിപ്പേറ്റും എന്നുള്ളതാണ്. മോദിയുടെ സന്ദർശനവും റോഡ് ഷോയും 3000 കോടിയുടെ വികസന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും എല്ലാം നടന്നത് കൊച്ചിയിലാണ്. ഇതെല്ലാം വോട്ടിലേക്ക് എത്തുമോ എന്ന് കാത്തിരുന്ന് കാണണം. ജനസംഖ്യയുടെ 36.21% ഹൈന്ദവ വോട്ടർമാർ. ഇതിൽ കൂടുതലും നായർ സമുദായ അംഗങ്ങളാണ്. കോൺഗ്രസ് അനുഭാവമാണ് ഈ വിഭാഗത്തിൽ കൂടുതൽ. 15.67% മുസ്ലിം വോട്ടുകളും പ്രധാനമാണ്.